കാറിൻ്റെ ഫസ്റ്റിൽ അലൈൻമെൻറ്റ് വന്നത് കുറച്ചുകൂടി അപ്പുറത്തുകൂടി റോഡ്. അന്ന് എനിക്ക് 2.5 സെൻറ്റിൽ പോകും. ഇപ്പോൾ അത് 5-6.5 സെൻറ്റാണ് പോകുന്നത് പാലത്തിന്. അപ്പോൾ ഞാൻ അന്ന് അത് ആരൊക്കെയോ ഞാൻ പറയില്ല സാർ, അത് അത് തന്നെ അപ്പോഴുള്ള ഇപ്പോഴത്തെ കാലം അതിൻ്റെ അപ്പുറം വരാൻ പാടില്ല. ആരൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് പാലം വരാതിരിക്കാനാണ് ആ ബിൽഡിംഗ് ആ പേര് അവിടെ ഉണ്ടാക്കിയത്. സാർ അന്ന് ആ പേര് അവിടെ ഇല്ലേ, ആ സ്ഥലം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ലേ. 5 സെൻറ്റ് മാത്രമല്ല ഞാൻ എൻ്റെ കാര്യം പറയണേ. ആ 5 സെൻറ്റ് മാത്രമല്ല അയാളുടെ പേരിൽ ആ സ്ഥലം കൊടുത്തുകൊണ്ട് ആ രജിസ്ട്രേഷൻ ചെയ്ത് ആ രജിസ്ട്രാർക്കും ബുദ്ധിമുട്ട് വരും. പഞ്ചായത്തിൽ അതിന് മെമ്പർഷിപ്പ് 150 കൊടുത്ത് അയാൾക്കും കൊടുക്കാൻ പാടില്ലേ. അത് കൊടുക്കുക. ഈ അലൈൻമെൻറ്റ് വന്നതിന് ശേഷമാണ് ഈ രജിസ്ട്രേഷനും ഈ ബിൽഡിങ്ങിന് നമ്പറും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ആ അലൈൻമെൻറ്റ് ഞാൻ പാലക്കാട് പോയി സൂപ്രണ്ടിങ്ങിനെ കണ്ടു. അപ്പോൾ അവരെന്നോട് പറഞ്ഞതാണ് ഈ ഒരാളെയോ 2 ആളെയോ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു അലൈൻമെൻറ്റ് പാലം മാറ്റാൻ പാടില്ല, പാലത്തിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാൻ പാടില്ല. അന്ന് സാറ് കിട്ടിയ അലൈൻമെൻറ്റ് ഫസ്റ്റ് ആ റോഡിന് ഒരു വളവും വരുന്നില്ല. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അലൈൻമെൻറ്റിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതാണ് അപ്രൂവ്ഡ് അലൈൻമെൻറ്റ്. അപ്പോൾ പിന്നെ നിങ്ങളെ ഭൂമി ഈ 30-ന് ഒരു ഇഞ്ച് പോലും കിട്ടുന്നില്ല. ഈ 6.5-യുടെ കാര്യത്തിൽ നിങ്ങൾ ഓക്കെ, അത് നാടിൻ്റെ വികസനമല്ലേ, അതിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല എനിക്ക് വേറെ താല്പര്യം കൂടി ഇല്ല. അതുകൊണ്ടാണ് അത് പരസ്യം പറയാൻ പറ്റില്ല. വേറെ പറഞ്ഞു നടന്നോട്ടെ, നല്ല താല്പര്യം. നമ്മളടുത്ത് ഈ 4 പേരുടെയും കൺസെന്റ് ഉണ്ട്, ഒപ്പിട്ട് വാങ്ങിയതുണ്ട്. അതിനിപ്പോൾ ഈ കാലതാമസം വന്നതുകൊണ്ട് കൊണ്ട് രണ്ടാമത് വേണ്ട